ഹലോ ഹായ് വെൽക്കം ടു ഓൾ. എല്ലാവരും സുഖമായി സേഫ് ആയിരിക്കുമെന്ന് വിശ്വസിക്കുന്നു. നമ്മളിപ്പോൾ നോക്കുന്നത് റിലേഷൻഷിപ്പിൻ്റെ കറൻറ്റ് എനർജിയാണ്. തോട്ട്സ് എന്താണ്, ഫീലിങ്സ് എന്താണ് എന്നുള്ളതാണ്. ഇതൊരു ജനറൽ റീഡിംഗ് ആണ്. സോ നിങ്ങൾക്ക് റെസിനേറ്റ് ആവുന്നത് മാത്രം എടുക്കുക, അല്ലാത്ത കാര്യങ്ങളൊക്കെ വിട്ട് കളയുക. നെഗറ്റീവിനെ ജീവിതത്തിലേക്ക് അട്രാക്റ്റ് ചെയ്യാതിരിക്കുക. ടൈംലെസ് ആയതുകൊണ്ട് ഈ റീഡിംഗ് നിങ്ങളുടെ മുന്നിലേക്ക് എപ്പോൾ വരുന്നോ അപ്പോൾ മുതൽ നിങ്ങൾക്ക് ഇത് റെസിനേറ്റ് ആയി തുടങ്ങുന്നതായിരിക്കും. ഓർത്ത് വെക്കുക, ഇതൊരു കളക്റ്റീവ് ആൻഡ് ടൈംലെസ് റീഡിംഗ് ആണ്. പേഴ്സണൽ റീഡിംഗ് ആവശ്യമുള്ളവർക്ക് എൻ്റെ വാട്സപ്പ് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. ഓക്കെ, ബ്രേസ്ലെറ്റുകൾ ആവശ്യമുള്ളവർക്കും എൻ്റെ വാട്സപ്പ് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. നമുക്ക് നേരെ റീഡിങ്ങിലേക്ക് പോവാം. വളരെ പോസിറ്റീവായിട്ടിരിക്കുക. നിങ്ങളുടെ പേഴ്സണലി മനസ്സിലേക്ക് റിപ്പീറ്റ്ലി കൊണ്ടുവരിക. അവരുടെ കൂടെ സ്പെൻഡ് ചെയ്തിട്ടുള്ള നല്ല നല്ല മൊമെൻറ്റ്സ് നിങ്ങളുടെ മനസ്സിലേക്ക് കൊണ്ടുവരിക. കറണ്ട് എനർജി, മജീഷ്യൻ്റെ കാർഡ് റിവേഴ്സ്ഡ് ആണ് വന്നിട്ടുള്ളത്. ഏസ് ഓഫ് സോർഡ്സ് വന്നിട്ടുണ്ട്. നൈറ്റ് ഓഫ് പെൻഡക്കിൾ, സ്ട്രെങ്ത്. ഓക്കെ, നിങ്ങളുടെ പേഴ്സൻ്റെ കറൻറ്റ് എനർജിയിനകത്ത് ഇവിടെ ചെയ്യുന്ന പ്ലാനിങ്സ് എല്ലാം തന്നെ വർക്കാവാത്ത രീതിയിൽ, അതായത് ഒരുപാട് ഐഡിയാസുകൾ തോന്നുന്നുണ്ട് നിങ്ങളുടെ പേഴ്സൺ ഈ റിലേഷൻഷിപ്പിൻ്റെ കാര്യത്തിൽ. പക്ഷേ അവരുടെ ഐഡിയാസുകളൊന്നും വർക്ക് ആവുന്നില്ല എന്നുള്ള രീതിയിലാണ് മെയിൻലി കാണുന്നത്. പിന്നെ ഏറ്റവും സോർട്സ് വന്നതുകൊണ്ട് തന്നെ ഇവിടെ ഒരു ക്ലാരിറ്റി ഇല്ലായ്മ ഈ പേഴ്സണ് നല്ല രീതിക്കുണ്ട്. അതായത് ന്യൂ ഐഡിയാസുകൾ ഇവർക്ക് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇവരുടെ ടാലൻറ്റുകൾ പുറത്തെടുക്കാൻ ഇവർ ട്രൈ ചെയ്യുന്നുണ്ട്. മീൻസ് ഈ റിലേഷൻഷിപ്പിലേക്ക് ഹാർഡ് വർക്ക് കൊടുക്കുക എന്നുള്ളത്. പക്ഷേ അതിൻ്റെ ഇടയിൽ മെൻ്റൽ ക്ലാരിറ്റി ഇല്ലായ്മ കാണുന്നുണ്ട്. ഓക്കെ, മെൻ്റൽ ക്ലാരിറ്റി ഇല്ലായ്മ കാരണം അവർക്ക് കറക്റ്റ് പ്രോപ്പറായിട്ട് അത് നടത്താൻ പറ്റുന്നില്ല. ആ ഒരു ഡിസിഷൻ കറക്റ്റായിട്ടും ആക്ഷൻ ആക്കാൻ പറ്റാത്ത രീതിയിലുള്ളൊരു എനർജിയാണിത്. ഒരുപാട് ഹാർഡ് വർക്ക് കൊടുക്കുന്നുണ്ട്. അവർ സ്ലോ ആയിട്ടാണ് ചെയ്യുന്നത്. എന്ത് കാര്യവും സ്ലോ ആയിട്ടാണ് ചെയ്യുന്നത്. വളരെ ആലോചിച്ച് ഐഡിയാസിനെ എടുക്കുകയാണ്. പക്ഷേങ്കിൽ അത് വർക്ക് ആകുന്നില്ല. ആ ഒരു സ്ട്രെങ്ത് അവർക്ക് കിട്ടുന്നില്ല, അല്ലെങ്കിൽ ആ ഒരു ഇന്നർ സ്ട്രെങ്ത് ഈ പേഴ്സണ് കിട്ടാത്തൊരു എനർജിയാണ് കാണുന്നത്. ഓക്കെ, അതായത് പറഞ്ഞു വരുന്നത് ഹാർഡ് വർക്ക് ഒരുപാട് ചെയ്യുവാണ് ഈ റിലേഷൻഷിപ്പിനകത്ത്. പക്ഷെ മെൻ്റൽ ക്ലാരിറ്റി കിട്ടുന്നില്ല. ആ ഒരു ബിഗിനിങ് സ്റ്റേജിലേക്ക് എത്തുന്നുമില്ല. ഡിസിഷൻ കറക്റ്റായി എടുക്കാൻ പറ്റുന്നില്ല. ആ സക്സസ് എടുക്കാൻ പറ്റുന്നില്ല എന്നുള്ളതാണ്. ഓക്കെ, അതായത് പ്ലാനിങ്സ് എല്ലാം വർക്കാവാതെ പോവുക എന്നുള്ള രീതിയിൽ. അപ്പം ഈ പ്ലാനിങ്സ് വർക്കാവാതെ പോകുമ്പോൾ ഇവർക്ക് കോൺഫിഡൻസ് കുറയുകയാണ്, കോൺഫിഡൻസ് ഇല്ലാതാവുകയാണ്. ഇതാണ് അവരുടെ കറൻറ്റ് എനർജി. ഇനി ഈ പേഴ്സണ് നിങ്ങളുടെ അടുത്തുള്ള ഫീലിങ്സ് എന്താണെന്നുള്ളത് നോക്കാം. Queen of Wands, Seven of Pentacles. നിങ്ങളുടെ അടുത്തുള്ള ഫീലിങ്സ് എന്താണ്? ഫോർ ഓഫ് സോർട്സിൻ്റെ എനർജി റിവേഴ്സ്ഡ് ആണ് വന്നിട്ടുള്ളത്. ക്വീൻ ഓഫ് സോർട്സ്. ഓക്കെ, ഈ പേഴ്സൻ്റെ ലൈഫിൽ നിങ്ങളുടെ പ്രസൻസ് ഇവർ ഭയങ്കരമായിട്ട് മിസ് ചെയ്യുന്നുണ്ട്. ഇവർ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഇവർ കൊടുത്തിട്ടുള്ള ഹാർഡ് വർക്കിന് വേണ്ടിയിട്ട്, റിസൾട്ടിന് വേണ്ടിയിട്ട് അവർ വെയിറ്റ് ചെയ്യുന്നുണ്ട്. ബിക്കോസ് നിങ്ങളുടെ പ്രസൻസ് ഈ പേഴ്സൺ ആവശ്യമാണ്. ഓക്കെ, അവരുടെ ലൈഫിലെ ഓരോ കാര്യങ്ങൾക്കും അവർക്ക് നിങ്ങളുടെ പ്രസൻസ് ആവശ്യമാണ്. സോ ഇവർ വളരെ സ്ലോ ആണ്, ഡിലേ ആയിട്ടാണ് കാര്യങ്ങളെല്ലാം എടുക്കുന്നത്. പക്ഷേങ്കിൽ നിങ്ങളുടെ അടുത്തോട്ടൊരു ഡീപ്പ് കണക്ഷൻ വരികയാണ്. ഡീപ്പായിട്ട് തന്നെ നിങ്ങളുടെ അടുത്ത് സ്നേഹം, ലവ് തോന്നുന്നുണ്ട്. ഒരു മിസ്സിങ് എനർജി തോന്നുന്നുണ്ട്. ഇതൊക്കെ അവരുടെ കോൺഷ്യസ് മൈൻഡിലാണ്. ഇവർ റിയാലിറ്റിയിൽ നോക്കുകയാണെങ്കിൽ ക്വീൻ ഓഫ് വാൻഡ്സിൻ്റെ എനർജിയിലാണ് ഈ പേഴ്സൺ ഇരിക്കുന്നത്. അതായത് അവർ വളരെ കോൺഫിഡൻ്റ് ആയിട്ട് എനിക്കൊരു കുഴപ്പവുമില്ല, എനിക്ക് മിസ്സൊന്നും ചെയ്യുന്നില്ല, അങ്ങനെയുള്ളൊരു
ഒരു രീതിയിലാണ് അവരിയ്ക്കുന്നത്. ഇപ്പോൾ ആര് നോക്കിക്കഴിഞ്ഞാലും ആ പേഴ്സണ് വിഷമം ഉണ്ടെന്നോ അല്ലെങ്കിൽ ആ പേഴ്സൻ്റെ മനസ്സിലൂടെ വേറെ കാര്യങ്ങൾ ഓടിപ്പോകുന്നുണ്ടെന്നോ ഒന്നും മനസ്സിലാക്കാൻ പറ്റില്ല. ആ രീതിക്ക് കോൺഫിഡൻറ്റോടെ അവരുടെ ലൈഫിലെ കാര്യങ്ങൾ ഫോക്കസ്ഡ് ആയിരിക്കണത് പോലെയാണ് ഇരിക്കുന്നത്. പക്ഷേ സത്യത്തിൽ പറയുകയാണെങ്കിൽ ഈ പേഴ്സണ് മെൻ്റൽ ക്ലാരിറ്റി ഇല്ല. ഇവർക്ക് ഈ ഒരു റിലേഷൻഷിപ്പിൻ്റെ കാര്യത്തിൽ എന്ത് ചെയ്യണം എന്നുള്ളൊരു എന്താ പറയുക, എന്ത് തീരുമാനമെടുത്താലും എന്ത് പ്ലാനിങ് ചെയ്താലും അതെല്ലാം ഫ്ലോപ്പ് ആവുന്നത് കൊണ്ട് തന്നെ അവർക്ക് എന്ത് ചെയ്യണം എന്നറിയില്ല. ഓക്കെ, പക്ഷേ ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്, റിസൾട്ടിന് വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഇവിടെ 4 ഓഫ് സോർട്സിൻ്റെ എനർജി റിവേഴ്സ്ഡ് വന്നിട്ടുണ്ടായിരുന്നു. ഈ പേഴ്സൺ റെസ്റ്റിലാണ്, അതായത് നിങ്ങളുടെ ഇടയിൽ തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഉണ്ട്. ആ തേർഡ് പാർട്ടി സിറ്റുവേഷനിൽ ഈ പേഴ്സൺ റെസ്റ്റിലാണ്. സോ ആ റെസ്റ്റിലായതുകൊണ്ട് തന്നെ ആ റെസ്റ്റിൽ എടുത്തുകൊണ്ട് തന്നെ ഇവർ ഫ്യൂച്ചർ പ്ലാൻ ചെയ്യുന്നുണ്ട്. ഓക്കെ, ഫ്യൂച്ചർ പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. സോ ഒരു മിസ്സിങ് എനർജിയാണ് ഇവിടെ മെയിൻലി നിങ്ങളുടെ അടുത്തുള്ള ഫീലിങ്സ് ആയിട്ട് കാണുന്നത്. പിന്നെ ക്യൂൻ ഓഫ് സൂട്ട്സിൻ്റെ എനർജി ഉണ്ടായിരുന്നു. ഇത് ജസ്റ്റിസിൻ്റെ കാർഡാണ്. നിങ്ങൾക്കൊരു ജസ്റ്റിസ് തരണം എന്ന് ഈ പേഴ്സൺ ആഗ്രഹിക്കുന്നുണ്ട്. നിങ്ങൾക്കൊരു ജസ്റ്റിസ് തരണം എന്നുണ്ടെങ്കിൽ പ്രോപ്പർ കമ്മ്യൂണിക്കേഷൻ വരണം, ഒരു ക്ലാരിറ്റി വരണം എന്നുള്ളതാണ്. സോ ആ ഒരു പ്രോപ്പർ കമ്മ്യൂണിക്കേഷൻ, ഡയറക്റ്റ് കമ്മ്യൂണിക്കേഷൻ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. ചിലപ്പോൾ നേരിട്ടായിരിക്കാം. ആ ഒരു കമ്മ്യൂണിക്കേഷൻ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. ആ ഒരു കമ്മ്യൂണിക്കേഷനിൽ നിങ്ങൾക്കുള്ള ക്ലാരിറ്റി ഉണ്ടാകും. ഈ പേഴ്സണും അവിടെ ക്ലാരിറ്റി കിട്ടും എന്നുള്ളതാണ്. ആൻഡ് അതേപോലെ തന്നെ ഈ പേഴ്സൺ ഇവിടെ ഇപ്പോൾ ഒരു ക്ലിയർ ബൗണ്ടറി സെറ്റ് ചെയ്ത് വെച്ചതുപോലെ ഉണ്ട്. ഓക്കെ, ഇവിടെ നേരത്തെ പറഞ്ഞു തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഉണ്ട് എന്നുള്ളത്. സോ അതിൽ റെസ്റ്റ് ആണ് എന്നുള്ളത് പറഞ്ഞു. പക്ഷെ അങ്ങനെ അവർ റെസ്റ്റ് എടുക്കുമ്പോഴും ഒരു ബൗണ്ടറി അവർ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ആരൊക്കെ കടന്നു വരണം, ആരൊക്കെ കടന്നു പോകണം, ആരൊക്കെ എന്ത് തീരുമാനം എടുക്കണം, അങ്ങനത്തെ രീതിയിൽ ഒരു ബൗണ്ടറി ഇവർ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഫീലിങ്സിനകത്ത് നിങ്ങളെ മിസ് ചെയ്യുന്നുണ്ട്, നിങ്ങളുടെ പ്രസൻസ് ആഗ്രഹിക്കുന്നുണ്ട്, അതിനുവേണ്ടി ഇൻവെസ്റ്റ് ചെയ്യുകയും പ്ലാനിങ് ചെയ്യുന്ന ഒരാളുടെ എനർജിയാണ്. ഈ പേഴ്സൻ്റെ ഈ റിലേഷൻഷിപ്പിനെ കുറിച്ചിട്ടുള്ള ചിന്തകൾ എന്താണ്? ഹൈ പ്രീസ്റ്റസ്, 8 of Wands, 5 of Swords എനർജി റിവേഴ്സ്ഡ് ആണ്. 5 of Wands and 6 of Cups. ഓക്കെ, ഇവിടെ 7 of Swords ആണ് ബോട്ടം ഓഫ് ദ ഡെക്ക് വന്നിട്ടുള്ളത്. ഈ പേഴ്സൻ്റെ ചിന്തകളാണ് നമ്മൾ നോക്കിയത്. സോ ഈ പേഴ്സൺ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വളരെയധികം ആഗ്രഹിക്കുന്നുണ്ട്. ഓക്കെ, നിങ്ങളുടെ അടുത്തൊരു പ്രോപ്പർ കമ്മ്യൂണിക്കേഷൻ വെക്കണം എന്നുള്ളത് ഈ പേഴ്സൺ വളരെയധികം ആഗ്രഹിക്കുന്നുണ്ട്. ഓക്കെ, നിങ്ങളുടെ ഇടയിൽ നല്ലൊരു ചേഞ്ച് കൊണ്ടുവരണമെന്ന് ഈ പേഴ്സൺ ആഗ്രഹിക്കുന്നുണ്ട്. ആദ്യമൊക്കെ ചേഞ്ച് കൊണ്ടുവരാൻ ഈ പേഴ്സണ് പേടി ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പം ആ പേടി അവർക്കില്ല. ബിക്കോസ് അവരൊരു ക്ലിയർ ആയിട്ടുള്ള ബൗണ്ടറി സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഒരു ട്രാൻസ്ഫർമേഷൻ ഇവർ ആഗ്രഹിക്കുന്നുണ്ട്. അത് ഇവരുടെ ലൈഫിലും ഇവർക്ക് പേഴ്സണലി വേണമെന്നും അതുപോലെ റിലേഷൻഷിപ്പിൽ വേണമെന്നും ഇവർ ആഗ്രഹിക്കുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഇവിടെ ഹൈ പ്രീസ്റ്റസിന് എനർജി വന്നിട്ടുണ്ടായിരുന്നു. നിങ്ങൾ സ്പിരിച്വാലിറ്റിയിലേക്ക് കടന്നിട്ടുണ്ട് എന്നുള്ള രീതിയിൽ ഈ പേഴ്സൺ ചിന്തിക്കുന്നുണ്ട്. അതായത് നിങ്ങൾ സെൽഫ് ലവ് ചെയ്യുന്നു, നിങ്ങളുടേതായിട്ടുള്ള കാര്യങ്ങൾ നോക്കുന്നു, നിങ്ങൾ കൂടുതലും പ്രിയോറിറ്റി കൊടുക്കുന്നത് നിങ്ങൾക്കാണ്. നിങ്ങൾ ഇപ്പം അവരെ ചേസ് ചെയ്ത് പോകുന്നുണ്ടാവില്ലായിരിക്കാം, അതുകൊണ്ടായിരിക്കാം ആ പേഴ്സൺ അങ്ങനെ ചിന്തിക്കുന്നത്. അതായത് നിങ്ങൾ കൂടുതലായിട്ടും നിങ്ങളുടെ കാര്യങ്ങൾക്ക് ഇൻവോൾവ്മെൻറ്റ് കൊടുക്കുന്നു. നിങ്ങൾ വളരെ ഇൻഡ്യൂഷൻ ഉള്ള ആളുകളാണ്. സോ നിങ്ങളുടെ മനസ്സ് എന്ത് പറയുന്നു അതിനനുസരിച്ച് നിങ്ങൾ മൂവ് ചെയ്യുന്നു എന്നുള്ള രീതിയിൽ ആ പേഴ്സൺ ചിന്തിക്കുന്നുണ്ട്. 8 of Wands എനർജി വരുമ്പം നിങ്ങളുടെ ഭാഗത്ത് നിന്നും ഒരു ആക്ഷൻ ഇനി ഉണ്ടാവില്ലേ എന്നുള്ളത് ഈ പേഴ്സൺ ചിന്തിക്കുന്നുണ്ട്. ഓക്കെ, അതായത് ഇവർക്ക് നിങ്ങളെ മിസ് ചെയ്യുന്നുണ്ട്, നിങ്ങളുടെ പ്രസൻസ് ഇവർ ആഗ്രഹിക്കുന്നുണ്ട്. സോ ഇവർ ആക്ഷൻ എടുക്കാതെ നിങ്ങളുടെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും ആക്ഷൻ ഉണ്ടാവില്ലേ എന്നുള്ള രീതിയിൽ ഈ പേഴ്സൺ ചിലപ്പോൾ മെസ്സേജ് ആയിരിക്കാം, അല്ലെങ്കിൽ കോൾ ആയിരിക്കാം, അത് അവരാഗ്രഹിക്കുന്ന പോലെയുള്ള എന്തെങ്കിലും കാര്യങ്ങളായിരിക്കാം. സോ ഈ ആക്ഷൻ വരുന്നില്ലേ അത് ഇവർ ചിന്തിക്കുന്നുണ്ട്. ഓക്കെ, നിങ്ങളുടെ ഭാഗത്ത് നിന്നും. പിന്നെ അതുപോലെ തന്നെ ഇവിടെ പാസ്റ്റിൽ നിങ്ങൾ ഇപ്പോഴും ഹോൾഡ് ആണ് എന്ന് ഈ പേഴ്സൺ ചിന്തിക്കുന്നുണ്ട്. ഓക്കെ, അതായത് പാസ്റ്റിൽ നിങ്ങളുടെ മെമ്മറീസുകളെല്ലാം ഇപ്പോഴും സൂക്ഷ്മയോടെ, അതായത് മറന്നു പോയിട്ടില്ല, ഇപ്പോഴും പാസ്റ്റിനെ നിങ്ങൾ സൂക്ഷിക്കുന്നുണ്ട്. വളരെ ഹാപ്പിനെസ് നിങ്ങൾക്ക് അതിൽ കൊടുക്കുന്ന മൊമെൻറ്റ്സ് ഉണ്ട് എന്നുള്ളത് ഈ പേഴ്സൺ ചിന്തിക്കുന്നുണ്ട്. പിന്നെ അതുപോലെ ഇവിടെ ഒരു
മിസ്അണ്ടർസ്റ്റാൻഡിങ് കാണുന്നുണ്ട്. അതായത് ഒരു അണ്ടർസ്റ്റാൻഡ് ഇല്ലായ്മ കാണുന്നുണ്ട്. ഒരു മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡ് ഇല്ലായ്മ കാരണം പ്രശ്നങ്ങൾ ഉണ്ടാവുന്നതാണ് എന്ന് ഈ പേഴ്സണ് നന്നായിട്ട് അറിയാം. സോ ആ ഒരു ക്ലാരിറ്റി വേണം. അത് എന്തായാലും കോൺഫ്ലിക്റ്റ് ഉണ്ടാക്കുന്നുണ്ട് റിലേഷൻഷിപ്പിൽ എന്നുള്ളത് ഈ പേഴ്സൺ മനസ്സിലാക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇവർ റിഗ്രറ്റ് ചെയ്യുന്നതായിട്ടും കാണുന്നുണ്ട്. ആ റിഗ്രറ്റ് ചെയ്യുന്നത് നിങ്ങൾ അറിയിക്കണമെന്ന് ഈ പേഴ്സൺ ചിന്തിക്കുന്നുണ്ട്. ഓക്കെ, അതായത് തൻ്റെ ഭാഗത്താണ് തെറ്റ്, അല്ലെങ്കിൽ താൻ പറഞ്ഞ ആർഗ്യുമെന്റ്സ് ശരിയല്ല എന്നൊക്കെയുള്ള രീതിയിൽ നിങ്ങളെ അറിയിക്കണമെന്ന് ഈ പേഴ്സൺ ആഗ്രഹിക്കുന്നുണ്ട്. കോൺഫ്ലിക്റ്റ് ആണ് ഈ റിലേഷൻഷിപ്പ് എന്ന് ഈ പേഴ്സണ് നല്ല രീതിക്ക് അറിയാം. സോ അത് സോൾവ് ചെയ്യണം, ഒരു അണ്ടർസ്റ്റാൻഡിലേക്ക് കൊണ്ടുവരണം. അവർ ഈ നിങ്ങളുടെ പേഴ്സൻ്റെ ലൈഫിലുള്ള പല കാര്യങ്ങളും അവർക്ക് അവോയ്ഡ് ചെയ്യേണ്ട സമയമായിട്ടുണ്ട് എന്ന് ഈ പേഴ്സൺ ചിന്തിക്കുന്നുണ്ട്. ഓക്കെ, അപ്പം നിങ്ങളുടെ അടുത്ത് പറയാൻ ആഗ്രഹിക്കുന്നത് അല്ല, നിങ്ങളെ കുറിച്ചിട്ടുള്ള ചിന്തകൾ ഇതാണ്. ഇനി നിങ്ങളുടെ അടുത്ത് പറയാൻ ആഗ്രഹിക്കുന്നത് എന്താണെന്നുള്ളത് നോക്കാം. എന്താണ് നിങ്ങളുടെ അടുത്ത് പറയാൻ ആഗ്രഹിക്കുന്നത്? 4 ഓഫ് കപ്സിൻ്റെ എനർജി റിവേഴ്സ്ഡ് ആണ് വന്നിട്ടുള്ളത്. ഒരു സഡൻ അവയർനെസ് ഈ പേഴ്സൺ ഉണ്ടാവുന്നുണ്ട്. അവർക്ക് ഹാപ്പിനെസ് ഉണ്ടാവുന്നുണ്ട് നിങ്ങളെ കുറിച്ചിട്ട് ആലോചിക്കുമ്പം. സോ അതുകൊണ്ട് തന്നെ അവർക്ക് ഫാസ്റ്റായിട്ട് നിങ്ങളുടെ അടുത്തോട്ട് വരണമെന്ന് ഇവർ ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ്. അത് നിങ്ങളെ അറിയിക്കണം. ആൻഡ് ഇതുപോലെ ഇത് 6 ഓഫ് വാൻഡ്സിൻ്റെ എനർജിയാണ്. ഒരു ഗുഡ് ന്യൂസ് നിങ്ങൾക്ക് തരണം. അതുപോലെ അവരുടെ ലൈഫിൽ ഉണ്ടാകുന്ന കാര്യങ്ങൾ, ഈ സെൽഫ് കോൺഫിഡൻസ് ഇല്ലായ്മ അല്ലെങ്കിൽ സെൽഫ് കോൺഫിഡൻസ് വരുന്നത്, അവരുടെ ലൈഫിലെ പ്രോഗ്രസ് ആയിട്ടുള്ള കാര്യങ്ങൾ, അച്ചീവ്മെൻറ്റ്സ്, പ്രമോഷൻസ് കാര്യങ്ങൾ, അവരുടെ ലൈഫിൽ നടക്കുന്ന ഗുഡ് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും നിങ്ങളെ അറിയിക്കണം. അച്ചീവ്മെൻറ്റ്സ് കാര്യങ്ങൾ നിങ്ങളെ അറിയിക്കണം. സോ നേരിട്ട് കാണാനുള്ള സാധ്യത ഇവിടെ വളരെ കൂടുതലായിട്ട് കാണുന്നുണ്ട്. നിങ്ങൾ ഇന്ന് വരെ നേരിട്ട് കാണാത്ത വ്യക്തികളാണെങ്കിൽ നിങ്ങൾക്കത് പ്രതീക്ഷിക്കാവുന്നതാണ്. ഈ പേഴ്സൺ നിങ്ങളെ മീറ്റ് ചെയ്യുന്നത്. ഓക്കെ, നിങ്ങൾ ലോങ് ഡിസ്റ്റൻസ് ഒക്കെ ആണെങ്കിൽ ഈ പേഴ്സൺ നിങ്ങളെ മീറ്റ് ചെയ്യാൻ വരുന്നതായിരിക്കും എന്നുള്ള രീതിയിൽ കാണുന്നുണ്ട്. സോ അത് ഇവർ നിങ്ങളെ അറിയിക്കാൻ അല്ലെങ്കിൽ നിങ്ങളടുത്ത് പറയാൻ ആഗ്രഹിക്കുന്നുണ്ട്. ഹാങ്ഡ് മാൻ്റെ എനർജിയാണ്. ഇത്രയും നാളും അവർക്ക് ഒരു പോസ് എനർജി ആയിരുന്നു. അതായത് ഇപ്പം കറൻ്റ്ലി അവർ റെസ്റ്റ് എടുക്കുന്ന ഒരു എനർജിയാണ്. അതായത് ആക്ഷൻ എടുക്കാതെ റെസ്റ്റിലൂടെ ഫ്യൂച്ചർ മാത്രം പ്ലാൻ ചെയ്യുന്ന ഒരു എനർജിയാണ്. പക്ഷേ അവരവിടെ ഫ്രീ ആണ്. ഓക്കെ, അവർ ആ റെസ്റ്റ് എടുക്കുമ്പോഴും തേർഡ് പാർട്ടി ഉണ്ടെങ്കിലും അവർ ഫ്രീ ആണ്. പക്ഷേ ഇപ്പം അവർ ഇങ്ങനെ ഒരു സിറ്റുവേഷൻ അവർക്കുണ്ടായിരുന്നു. അതായത് റെസ്റ്റ് എടുക്കാൻ പറ്റാത്ത രീതിയിൽ ഈ റിലേഷൻഷിപ്പിൽ നിന്നും ലെറ്റ് ഗോ ചെയ്ത് പോകേണ്ട ഒരു അവസ്ഥ ഇവർക്കുണ്ടായിരുന്നു. മനസ്സില്ലാ മനസ്സോടെ അവർക്ക് സാക്രിഫൈസ് ചെയ്യേണ്ടി വരുന്ന ഒരു അവസ്ഥ അവർക്കുണ്ടായിരുന്നു. പക്ഷെ സ്റ്റിൽ ആ ഒരു എനർജി ഇപ്പം ഇല്ല. അതായത് ആ പോസായിട്ടുള്ള ആ നെഗറ്റീവായിട്ട് ഒന്നും ചെയ്യാൻ പറ്റാതെ ഒന്ന് ആലോചിക്കാൻ പോലും കറക്റ്റായി പറ്റാത്ത രീതിയിൽ ഒരു പോസ് എനർജി ഇവർക്കുണ്ടായിരുന്നു. ആ പോസ് എനർജിയിലാണ് ഇവർ ഈ റിലേഷൻഷിപ്പിനെ ലെറ്റ് ഗോ ചെയ്തതും വേണ്ടാന്ന് വെച്ചതും, അല്ലെങ്കിൽ അവരൊരു അവോയ്ഡിങ് നടത്തിയത് ആ സമയത്തായിരുന്നു. സോ ഇപ്പം അങ്ങനെ ഒരു എനർജി ഇല്ല. ഇപ്പം അവർ ഫ്രീ ആണ് എന്നുള്ളത് നിങ്ങളെ അറിയിക്കാൻ അവർ ആഗ്രഹിക്കുന്നുണ്ട്. ഓക്കെ, ഇനി നമുക്കിവിടെ സോഡിയാക് സൈനുകൾ നോക്കാം. അതിനു മുൻപ് നിങ്ങൾക്കുള്ള യൂണിവേഴ്സ് മെസ്സേജ് നോക്കാം. നിങ്ങൾക്കുള്ള യൂണിവേഴ്സ് മെസ്സേജ് എന്താണ്? എൻ്റെ വ്യൂവേഴ്സിനുള്ള യൂണിവേഴ്സ് മെസ്സേജ് എന്താണ്? യൂണിവേഴ്സ് മെസ്സേജ് ഹാങ്ഡ് മാനാണ് ബോട്ടം ഓഫ് ദ ഡെക്ക്. നിങ്ങൾക്ക് ഡിസിഷൻ എടുക്കാനുള്ളത് പ്രോപ്പറായിട്ട് നിങ്ങളുടെ ഡിസിഷൻ എടുക്കൂ എന്നുള്ളതാണ്. അതായത് നിങ്ങൾക്ക് ആക്ഷൻ എടുക്കേണ്ട കാര്യങ്ങൾ, അത് ഈ റിലേഷൻഷിപ്പ് റിലേറ്റഡ് ആയിട്ട് മാത്രമല്ല പറയുന്നത്, കരിയർ റിലേറ്റഡ് ആയിട്ടുമായിരിക്കാം. നിങ്ങൾക്ക് ആക്ഷൻ എടുക്കേണ്ടത് എന്താണോ ആ ആക്ഷൻ നിങ്ങൾ എടുക്കൂ. അത് പൂർണ്ണമായിട്ടും അതിലൊരു ഡിസിഷൻ എടുക്കൂ. നിങ്ങൾക്ക് ആവശ്യമില്ലാത്തത് ലെറ്റ് ഗോ ചെയ്ത് കളയാനാണ് പറയുന്നത്. ഓക്കെ, നിങ്ങൾക്ക് തന്നെ അറിയാമായിരിക്കും നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ എന്താണ് ഹോൾഡ് ചെയ്ത് വെച്ചേക്കുന്നത്, നിങ്ങൾ എക്സ്ട്രാ എന്താണ് ഹോൾഡ് ചെയ്ത് വെച്ചേക്കണം എന്നുള്ളത് നിങ്ങൾക്ക് അറിയാമായിരിക്കും. സോ അത് നിങ്ങൾ ലെറ്റ് ഗോ ചെയ്യൂ. അതുപോലെ 4 ഓഫ് കപ്സിൻ്റെ എനർജിയാണ്. നിങ്ങൾക്ക് ചുറ്റിനും ഒരുപാട് പേര് സ്നേഹം തരാനുണ്ട്. നല്ലതാണെങ്കിൽ അത് സ്വീകരിക്കുക, അവോയ്ഡ് ചെയ്യേണ്ട കാര്യമില്ല. ബിക്കോസ് നിങ്ങളിങ്ങനെ ഒരു ടെൻസ്ഡ് ആയിട്ടൊരു ഒന്നിലും ഒരു ആക്റ്റീവ് അല്ലാത്ത രീതിയിൽ ഒരു ലോ എനർജിയിൽ ഇരിക്കുന്നുണ്ടെങ്കിൽ മനസ്സിലാക്കുക, നിങ്ങളുടെ ചുറ്റിനും ആളുകളുണ്ട് നിങ്ങൾക്ക് ഹാപ്പിനെസ് തരാൻ വേണ്ടിയിട്ട്. അതിൽ എൻജോയ് ചെയ്യൂ എന്നുള്ളത് കാണുന്നുണ്ട്. പിന്നെ എംപറർ എനർജിയാണ്. നിങ്ങൾ കുറച്ചും കൂടി ഒരു മസ്കുലിൻ എനർജിയിലേക്ക് വരൂ. അതായത് ഒരു മെയിൽ എനർജിയിലേക്ക് നിങ്ങൾ വരൂ. ഫീമെയിൽ എനർജി എപ്പോഴും ഡൗൺ എനർജി ആയിരിക്കും. അതായത് എത്ര കോൺഫിഡൻസ് ആണെങ്കിലും മനസ്സിന് കട്ടി ഉണ്ടാവില്ല. അപ്പം നിങ്ങളൊരു മെയിലായാലും, ഇത് കാണുന്നത് മെയിലായാലും ഫീമെയിൽ ആയാലും, നിങ്ങൾ മെയിനായിട്ടും ഒരു മെയിൽ എനർജിയിലേക്ക് വരും. കുറച്ചും കൂടി
കൂടുതൽ കോൺഫിഡൻസ് കൊണ്ടുവരൂ എന്നുള്ളതാണ്. 9 ഓഫ് വാട്സിൻ്റെ എനർജിയാണ് ഇത്. നിങ്ങൾ ഒരുപാട് ചിന്തിക്കുന്ന ആളുകളാണെങ്കിൽ ആ ചിന്തകൾ നിങ്ങളുടെ ഹെൽത്ത് ഇഷ്യൂസ് വരുത്തേ ഉള്ളൂ. സോ ആ ചിന്തകളെ നിങ്ങൾ മാറ്റി നിർത്തുക. നിങ്ങൾക്ക് അങ്ങനെ ചിന്തിക്കേണ്ട കാര്യമില്ല. നിങ്ങളുടെ ലൈഫിൽ ആവശ്യമുള്ളതിനെ മാത്രം ഹോൾഡ് ചെയ്ത് വെക്കൂ എന്നുള്ളതാണ് നിങ്ങൾക്കുള്ള യൂണിവേഴ്സ് മെസ്സേജ്. ഇനി നമുക്ക് സോഡിയക് സൈൻ നോക്കാം. ലിയോ, സ്കോർപിയോ, അക്യൂറിയസ്, ലിയോ, ക്യാൻസർ, സാജിറ്റേറിയസ്, ലിബ്ര അഗെയിൻ, ടോറസ്, ഏരിയസ്, ലിയോ, വിർഗോ, അക്യൂറിയസ്. ഓക്കെ, നിങ്ങൾക്കുള്ള സോഡിയക് സൈൻ ഇതാണ്. ഇനി ക്ലൂസും കൂടി നോക്കാം. (27, 36), letter G, 50, 38, letter A, number 1, 45, 33, letter U, 25, letter F, 24, letter R, 11, 5, letter A, 19, 9, letter H, 14 and 4, 40, 60, letter M, 16 and 6, 26, letter T, number 6. ഓക്കെ, നിങ്ങൾക്കുള്ള ക്ലൂസ് ഇതാണ്. അപ്പോൾ നിങ്ങളുടെ റീഡിങ് ഇതാണ്. ഇതിൽ ഒരുപാട് പോസിറ്റീവ് കാര്യങ്ങൾ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ ക്ലെയിം ചെയ്യാൻ വേണ്ടിയിട്ട് ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ ഈ റീഡിംഗ് റെസനേറ്റ് ആയിട്ട് തോന്നുന്നുണ്ടെങ്കിൽ, റീഡിംഗ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക.